ഹായ് ഓൾ. നമ്മളിന്ന് പറയാൻ പോകുന്നത് പീരീഡ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന മൊഡ്യൂൾ 2 ഓഫ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സെമിസ്റ്റർ 4. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് നോക്കുന്നത്, വിച്ച് മീൻസ് പീരീഡ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഐ വിൽ ബി ഡീലിംഗ് വിത്ത് ദ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡാണ് നമ്മൾ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിനെ പറ്റി പറയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ എന്തിനാണ് ഇയേഴ്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ ഇംഗ്ലീഷ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. സോ AD 600 ഫ്രം ദ period AD 600 to 1100 is known as Anglo-Saxon period or Old English period. അതിനുശേഷമുള്ള പീരീഡ് 1100 to 1500 മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് ആണ്. അതേപോലെ 1500 മുതൽ മോഡേൺ ഇംഗ്ലീഷ് പീരീഡ് ആണ്. സോ it is purely related with the language of that time. ലിറ്ററലി ആ ഇയേഴ്സ് സിഗ്നിഫൈ ചെയ്യുന്നത് ഒരു കൾച്ചറൽ ചേഞ്ചിനെ ഒന്നുമല്ല, ലാംഗ്വേജിൻ്റെ ചേഞ്ചിനെ മാത്രമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ എന്തൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷിനുണ്ടായ ചേഞ്ചസ്, ഓൾഡ് ഇംഗ്ലീഷിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഓൾഡ് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ എങ്ങനെയായിരുന്നു, ഓൾഡ് ഇംഗ്ലീഷിൻ്റെ സിൻറ്റാക്സ് കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു, അതേപോലെ ഓൾഡ് ഇംഗ്ലീഷിൽ നമുക്ക് കിട്ടിയ കുറച്ച് വേർഡ്സ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് ഈ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു ആ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. സോ നമ്മൾ തുടങ്ങാം. ആദ്യമേ പറഞ്ഞതുപോലെ ദ പീരീഡ് ഫ്രം AD 600 to 1100 is known as ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്. ലാറ്റിൻ പോലൊരു സിൻറ്റാക്റ്റിക് ലാംഗ്വേജ് ആയിരുന്നു ആ സമയത്ത് നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതേപോലെ ഇൻഫ്ലക്ഷൻസ് അല്ലെങ്കിൽ എൻഡിങ്സ്, ഒരു സെൻറ്റൻസിൻ്റെ ഫങ്ഷന്, നമ്മുടെ വേർഡ്സിൻ്റെ ഇൻഫ്ലക്ഷൻസ്, വേർഡ്സിൻ്റെ എൻഡിങ്സ് ആ സെൻറ്റൻസിലെ വേർഡ്സിൻ്റെ ഫങ്ഷൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുമായിരുന്നു. അതേപോലെ നമുക്ക് ന്യൂട്രൽ ജെൻഡർ ഉണ്ട് അവിടെ, പിന്നെ മസ്കുലിൻ, ഫെമിനിൻ ജെൻഡർ, 3 ജെൻഡേഴ്സ് ഉണ്ട്. അതേപോലെ കേസസ് പറയുകയാണെങ്കിൽ നോമിനേറ്റീവ് കേസ് ഉണ്ട്, അക്യൂസേറ്റീവ്, ജെനറ്റീവ്, ഡേറ്റീവ് ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ. അത് നമ്മൾ ടെക്സ്റ്റിനകത്ത് ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നുണ്ട്. അതേപോലെ അഡ്ജക്റ്റീവ്സ്, സ്ട്രോങ്ങും വീക്കും ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു സെൻറ്റൻസിനനുസരിച്ച് അഡ്ജക്റ്റീവ്സിൻ്റെ രീതി മാറിക്കൊണ്ടേയിരിക്കും. ഇനി ഓൾഡ് ഇംഗ്ലീഷിന് ഒരുപാട് ഡയലക്ട്സ് ഉണ്ടായിരുന്നു എന്നറിയാം. നമുക്ക് ഡയലക്ട്സിനെ പറ്റി പറയാം. അപ്പോൾ നമ്മൾ ആംഗ്ലോ സാക്സൺസിനെ പറ്റി കേൾക്കുമ്പം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ദ ഡയലക്ട്സ്. ആംഗ്ലോ സാക്സൺ ഹെപ്റ്റാക്കി എന്ന് പറയും. അപ്പോൾ നമുക്കറിയാം ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്നത് ഒരു ജർമാനിക് ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സ് ആണ്. അവരിവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ട് 7 രീതിക്ക് അവർ സെറ്റിൽ ചെയ്യും, 7 റീജിയനിൽ അവർ സെറ്റിൽ ചെയ്തിട്ട് ഹെപ്റ്റാർക്കി ഉണ്ടാക്കിയെടുക്കും. ഫോർ എക്സാമ്പിൾ 7 കിങ്ഡംസ് എന്ന് പറയും. കെൻഡ്, എസെക്സ്, സസെക്സ് ആൻഡ് വെസെക്സ്. അത് ഇത്രയും സാക്സൺ സെറ്റിൽമെൻറ്റ്സ് ആണ്. പിന്നെ അതേപോലെ ഈസ്റ്റ് ആംഗ്ലിയ, മേഴ്സി ആൻഡ് നോർത്തുംബ്രിയ, അത് ആംഗ്ലിസ് താമസിച്ചിരുന്ന സ്ഥലമാണ്. അതേപോലെ കെൻഡ്, ജൂട്ട്സ് താമസിച്ചിരുന്ന സ്ഥലമാണ്. അപ്പം ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോഴേക്കും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു കോമൺ ലാംഗ്വേജിന് പല റീജിയനിലോട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പം ഡയലക്റ്റിക്കൽ ഡിഫറൻസിയേഷൻ ഉണ്ടാകും. അപ്പം ഡയലക്റ്റ് ഓരോ സ്ഥലത്തും മാറി മാറിയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും മലയാളമാണ് സംസാരിക്കുന്നത്. ബട്ട് എറണാകുളത്തെ മലയാളം ഒരിക്കലും ട്രിവാൻഡ്രത്തിൻ്റെ മലയാളം, കൊല്ലത്തിൻ്റെ മലയാളം ഒരിക്കലും തൃശ്ശൂരിൻ്റെ മലയാളം. സോ ഡയലക്റ്റിന് ഒരുപാട് ഡിഫറൻസ് വരും. അപ്പം ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം വെസ്റ്റ് സാക്സൺ, കെൻറ്റിഷ്, മേഴ്സിയൻ ആൻഡ് നോർത്തുംബ്രിയൻ, ഇതാണ് 4 മേജർ ഡയലക്ട്സ്. വെസ്റ്റ് സാക്സൺ, കെൻറ്റിഷ്, മേഴ്സിയൻ ആൻഡ് നോർത്തുംബ്രിയൻ. അപ്പം മേഴ്സിയനും നോർത്തുംബ്രിയനും നമുക്ക് തെയിംസ് നദി, നോർത്ത് സൈഡിലെ തെയിംസ് നദി തീരത്തൊക്കെയാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആംഗിൾസ് ആണ് കൂടുതൽ താമസിച്ചിരുന്നത്. അപ്പം ഈ ലാംഗ്വേജിന് അല്ലെങ്കിൽ ഈ ഡയലക്റ്റ് കുറച്ച് കോമൺ ഫീച്ചേഴ്സ് ഷെയർ ചെയ്യുകയും അതിന് ആംഗ്ലിയൻ എന്നറിയപ്പെടുകയും ചെയ്യും. പിന്നെ കെൻഡിഷ് എന്ന് പറഞ്ഞ ഡയലക്റ്റ്, കെൻഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെൻഡ് ജൂട്ട്സിൻ്റെ സെറ്റിൽമെൻ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ജൂട്ട്സിൻ്റെ തന്നെ ഡയലക്റ്റാണ്, സൗത്ത് ഈസ്റ്റ് സൈഡിലെ ജൂട്ട്സ്. ഇനി വെസ്റ്റ് സാക്സൺ എന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റിലെ വെസ്റ്റ് സാക്സൺ കിങ്ഡത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷയാണ്. ഹൈലി സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഒട്ടുമിക്ക കൃതികളും സൂക്ഷിക്കപ്പെട്ടേക്കുന്നത് ഏത് ഡയലക്റ്റിലാണെന്ന് ചോദിച്ചാൽ വെസ്റ്റ് സാക്സൺ ഡയലക്റ്റിൽ തന്നെയാണ്. കാരണം അവിടുത്തെ ഹൈലി സിവിലൈസ്ഡ് ആയിട്ടുള്ള കിങ്ഡം വെസെക്സ് തന്നെയായിരുന്നു. അതേപോലെ വെസെക്സിനാണ് ആദ്യം കുറച്ച് പൊളിറ്റിക്കൽ യൂണിറ്റി ഉണ്ടായത്. അതിനുശേഷം നമ്മുടെ ഇംഗ്ലണ്ട് യൂണിഫൈ ചെയ്ത് വെസ്റ്റ് സാക്സൺ കിങ്സിൻ്റെ കീഴിലാണ്. അപ്പം വെസ്റ്റ് സാക്സൺ ഡയലക്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ലിറ്റററി സ്റ്റാൻഡേർഡായിട്ട് മാറി. ആ ഡയലക്റ്റിൽ കൂടുതൽ കൃതികൾ കമ്പോസ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഇനി തുടർന്ന് പഠിക്കും ചോസറൊക്കെ വെസ്റ്റ് സാക്സൺ ഡയലക്റ്റാണ് യൂസ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ
നമുക്ക് ഇതിനകത്ത് വരുന്നൊരു ഐറണി എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ് ഉണ്ടാകാൻ വെസ്റ്റ് സാക്സൺ ഡയലക്റ്റ് അല്ല കാരണമായത്. ഇൻസ്റ്റെഡ് ഒരു ആംഗ്ലിയൻ ഡയലക്റ്റിൽ നിന്നാണ് നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓൾഡ് ഇംഗ്ലീഷിനെ പറ്റി വീണ്ടും പറയുകയാണെങ്കിൽ കെൽറ്റിക്, ലാറ്റിൻ, സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസസ്, ഈ 3 ഇൻഫ്ലുവൻസസ് ചേർന്നാണ് അക്കാലത്ത് ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് എക്സാമിൻ ചെയ്യാം. കെൽറ്റിക്, ലാറ്റിൻ ആൻഡ് സ്കാൻഡിനേവിയൻ. ഓക്കെ, കെൽറ്റിക് ഇൻഫ്ലുവൻസ് നമ്മുടെ ഏർലി ഇംഗ്ലണ്ടിലെ ഒറിജിനൽ ലാംഗ്വേജ് ആയിരുന്നു. ബ്രിട്ടൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ആണ് കെൽറ്റിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് ഏർലി ഇംഗ്ലണ്ടിലാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മോഡേൺ ഇംഗ്ലീഷിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് മാത്രമേ ഉള്ളൂ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രിട്ടൻസിനെ സെൻട്രൽ ഇംഗ്ലണ്ടിൽ നിന്ന് ആംഗ്ലോ സാക്സൺസ് എക്സ്പെൽ ചെയ്ത് വിടുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ ബ്രിട്ടൻസ് ചെന്നിട്ട് സെറ്റിൽ ചെയ്യുന്ന സ്ഥലങ്ങളാണ് വെയിൽസ്, സ്കോട്ട്ലൻഡ് ആൻഡ് കോൺവോൾ. ഈ 3 സ്ഥലത്തും ഇവരെ പോയിട്ട് സെറ്റിലാവും. അവർ പോയെങ്കിലും നമ്മുടെ ഈ ആംഗ്ലോ സാക്സൺസ് അവരുടെ കെൽറ്റിക് നെയിംസ്, അവർ നെയിം ചെയ്ത സിറ്റീസും ടൗൺസിനെയും അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയും മാറ്റാതെ അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഫോർ എക്സാമ്പിൾ കെൻറ്റ്, ലണ്ടൻ, ലീഡ്സ്, യോർക്ക്, കോൺവോൾ, പിന്നെ ഫസ്റ്റ് സിലബിൾ ഓഫ് വിൻചെസ്റ്റർ, സാലിസ്ബറി, ഓർക്കെസ്റ്റർ, ലിച്ച്ഫീൽഡ്, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുടെ പേരൊക്കെ ഇവർ അതേപോലെ തന്നെ ഇട്ടിരുന്നു. ഇനി നദികളുടെ പേര് പറയുകയാണെങ്കിൽ തെയിംസ്, ഡോവർ, വൈ, ആവൻ എന്നൊക്കെ പറയുന്നത് കെൽറ്റിക് നെയിംസാണ് അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ആംഗ്ലോ സാക്സൺസ്. അപ്പം വേറെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഹില്ലിനെ ഡൺ എന്നാണ് പറഞ്ഞിരുന്നത്. അതേപോലെ കമ്പിന് വാലി എന്ന് പറഞ്ഞിരുന്നു. സ്ലോ മീൻസ് സ്ലഫ്, SLOUGH. അപ്പം അങ്ങനെ കുറച്ച് വേർഡ്സ് മാത്രം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു അവർ. ഇനി ആംഗ്ലോ സാക്സൺസ് എങ്ങനെയാണ് ഈ വേർഡ്സ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം ബ്രിട്ടൻസ് ആയിട്ടുള്ള കോണ്ടാക്റ്റിൽ നിന്നാണ് പഠിക്കുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഐറിഷ് മിഷണറീസ് ഇവിടെ വന്നിട്ട് ഇവർക്ക് കൊടുക്കുന്ന വേർഡ്സാണ്. ഐറിഷ് മിഷണറീസ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി, സംതിങ് കണക്റ്റഡ് വിത്ത് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ സംതിങ് കണക്റ്റഡ് വിത്ത് റിലീജിയൻ എന്ന് വിചാരിക്കാം. അതേപോലെ ബ്രിട്ടൻസിൽ നിന്ന് പഠിക്കണമെങ്കിൽ ട്രേഡ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പം ബ്രിട്ടൻസിൽ നിന്ന് പഠിച്ചത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വേസ്റ്റ് ബിൻ എന്നൊക്കെ പറയില്ലേ, ബിൻ, ആ ബിൻ ആക്ച്വലി ഇറ്റ് മീൻസ് ബാസ്ക്കറ്റ്. അപ്പോൾ ബ്രാറ്റ് എന്ന് പറഞ്ഞ ക്ലോക്ക്, വെയിറ്റിംഗ് റൂം എന്നുള്ള രീതിയിൽ. ലേക്കിനെ ക്രാഗ് എന്ന് വിളിച്ചിരുന്നു, ആക്സിനെ മട്ടോ എന്ന് വിളിച്ചിരുന്നു. പിന്നെ ഐറിഷ് മിഷണറീസ് കൊണ്ടുവന്നിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. കേഴ്സിന എന്ന് പറഞ്ഞിട്ട് ഒരു ടേം വിച്ച് മീൻസ് ടു കേഴ്സ്. പിന്നെ സൈൻ അല്ലെങ്കിൽ കൈൻ, അതെന്ന് പറഞ്ഞാൽ പ്രാച്ച്മെൻറ്റ് ലീവ്സ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം. അതേപോലെ ചർച്ചിലെ ബെല്ലിനെ ക്ലഡ്ജ് എന്നാണ് പറഞ്ഞത്, CLUGGE, ക്ലഡ്ജ്. അതേപോലെ മാജീഷ്യനെ ഡ്രൈ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ വാക്കുകൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇതൊന്നും സംസാരിച്ച് ആരും അധികം അങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നില്ല. അപ്പം ലോക്കൽ കറൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇത് തുടരെ ഈ വാക്കുകൾ റീപ്ലേസ് ആയി. ഇംഗ്ലീഷ് കൂടുതൽ ഡെവലപ്പായി വന്നപ്പോൾ ഈ വാക്കുകളൊക്കെ സമയം പോലെ മാറി വന്നു. പിന്നെ അതേപോലെ അടുത്ത ഇൻഫ്ലുവൻസസും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരു ലിറ്റററി സ്റ്റാൻഡേർഡിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയൊരു ലാംഗ്വേജ് എന്ന രീതിയിൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ തുടങ്ങി. ഇനി അടുത്ത ഇൻഫ്ലുവൻസ് ആണ് ലാറ്റിൻ ഇൻഫ്ലുവൻസ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലാറ്റിൻ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കെൽറ്റിക് ഇൻഫ്ലുവൻസ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത ലാറ്റിൻ ഇൻഫ്ലുവൻസിലേക്കാണ് വരുന്നത്. അപ്പോൾ ലാറ്റിൻ ബോറോയിങ്സ് ആണ്. It constitutes the greatest non-Teutonic element in Old English. നോൺ ട്യൂട്ടോണിക് അല്ലാത്ത ഒരു എലമെൻ്റാണ് ഈ ലാറ്റിൻ ബോറോയിങ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ട്യൂട്ടോണിക് ലാംഗ്വേജ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിച്ചതാണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നോർത്ത് ജർമാനിക്, ഈസ്റ്റ് ജർമാനിക്, വെസ്റ്റ് ജർമാനിക്, ഹൈ ജർമ്മൻ, ലോ ജർമ്മൻ, ഓൾഡ് ഇംഗ്ലീഷ്, അതിൽ നിന്ന് തന്നെ മിഡിൽ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ ഇംഗ്ലീഷ്. അപ്പം ഈ ഒരു ഫാമിലിയിൽ നിന്നല്ലാത്ത ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കുന്നത് ലാറ്റിൻ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലാറ്റിൻ ഇൻഫ്ലുവൻസ് 2 രീതിക്കാണ് ഉണ്ടായിരുന്നത്. അതായത് ഒന്നാമത് റോമൻ ഒക്കുപ്പേഷൻ, ഇംഗ്ലണ്ടിൽ റോമൻ ഒക്കുപ്പേഷൻ ഉണ്ടാകുമ്പോൾ ആ ഒരു ടൈമിലുണ്ടായ ലാറ്റിൻ ഇൻഫ്ലുവൻസ്. രണ്ടാമത്തത് ക്രിസ്ത്യാനിറ്റിയുടെ അഡ്വെൻറ്റ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി വരുമ്പോൾ നമ്മുടെ ഇംഗ്ലണ്ടിലേക്ക് വരുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്.
അപ്പം റോമൻ സമയത്ത് എന്താണ് ചേഞ്ചാണ് ഉണ്ടായത് നമുക്ക് നോക്കാം. റോമൻസ് നല്ല റോഡ് കൺസ്ട്രക്ടേഴ്സ് ആയിരുന്നു, നന്നായിട്ട് റോഡ് പണിയായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ റോഡിനെ വിളിച്ചുകൊണ്ടിരുന്നത് വയാ സ്ട്രാറ്റ എന്നായിരുന്നു. അത് ലാറ്റിൻ ടേമാണ്. അങ്ങനെ ഗ്രാജുവലി അതിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുകയും സ്ട്രീറ്റ് എന്നുള്ള ഒരു ടേം കൊണ്ടുവരികയും ചെയ്തു. അതായത് നമ്മുടെ ഫോണറ്റിക് സ്ക്രിപ്റ്റ് ആയിട്ടുള്ള നമ്മൾ എയും ഇയും കൂടെ ചേർത്ത് എഴുതുന്ന പോലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിൽ സ്ട്രീറ്റ് എന്ന് എഴുതും. അപ്പോൾ അത് മോഡേൺ ഇംഗ്ലീഷിൽ വരുമ്പോൾ സ്ട്രീറ്റ് ആയിട്ട് മാറും. അപ്പം ലാറ്റിനിലെ വയ എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷിലെ വെഗ്, WEG, അത് മോഡേൺ ഇംഗ്ലീഷിൽ വേ ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റോഡ്സിനെ അവർ ടേം ചെയ്തിരുന്നത്. അതേപോലെ തന്നെ കെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ, കെൻറ്റ് ഭാഗത്തോട് ഒഴുകിയ ഒരു നദിയുടെ പേര്, നദി അവർ വിളിച്ചിരുന്നത് മീഡിയ വയ എന്നാണ്, മീഡിയ വയ. പക്ഷേ അത് ഇപ്പോൾ വന്ന മോഡേൺ ഇംഗ്ലീഷിലെ മെഡ്വേ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതേപോലെ റോമൻസ് നമ്മൾ നേരത്തെ പണ്ട് പഠിച്ച പോലെ തന്നെ റോമൻസ് വാൾസ് ഉണ്ടാക്കാനും അതേപോലെ ഫോർട്ട്സ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മിടുക്കരായിരുന്നു. അപ്പം നമ്മുടെ ലാറ്റിനിലെ വാലം എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ഓൾഡ് ഇംഗ്ലീഷിലെ വിയാൽ എന്ന് പറഞ്ഞിട്ട് WEALL വിയാൽ, അതിൽ നിന്നാണ് ഇപ്പോൾ മോഡേൺ ഇംഗ്ലീഷ് വാൾ ഉണ്ടായത്. അതേപോലെ ലാറ്റിനിലെ മില്ലേ പൗസസ് എന്ന് പറഞ്ഞൊരു ടേമിൽ നിന്ന് ഓൾഡ് ഇംഗ്ലീഷിലെ മിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതിനുശേഷം മോഡേൺ ഇംഗ്ലീഷിൽ വരുമ്പോൾ മൈലായിട്ട് മാറിയത്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ മണി പേയ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാറ്റിനിൽ നമുക്ക് അറിയാം പൗണ്ടാണ്. അപ്പം ലാറ്റിനിൽ പോണ്ടസ് എന്നൊരു ടേം ഉണ്ടായിരുന്നു. അത് ഓൾഡ് ഇംഗ്ലീഷിലെ പുണ്ട് ആയിട്ട് മാറുകയും മോഡേൺ ഇംഗ്ലീഷിലെ പൗണ്ടായിട്ട് മാറുകയും ചെയ്തു. അതേപോലെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആൻഡ് ഡൊമസ്റ്റിക് ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ വാക്കുകളുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ബട്ടർ, കപ്പ, പിന്നെ അതേപോലെ പ്ലം, കിച്ചൺ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. ആ വാക്കുകളുടെയൊക്കെ നമുക്ക് ഒറിജിൻ നോക്കിപ്പോയാൽ നമുക്കറിയാൻ പറ്റും. വൈൻ എന്ന് പറയുന്ന ടേം തന്നെ ഉണ്ടായിരിക്കുന്നത് ലാറ്റിൻ വിനം എന്നാണ്. വിനം ഓൾഡ് ഇംഗ്ലീഷിലെ വിൻ ആയിട്ട് മാറുകയും മോഡേൺ ഇംഗ്ലീഷിൽ വൈനായിട്ട് മാറുകയും ചെയ്യും. ബട്ടിറം ചേഞ്ചസ് ടു ബട്ടറേ ആൻഡ് ടു ബട്ടർ. പിന്നെ കോക്യൂന ചേഞ്ചസ് ടു സൈസീൻ ആൻഡ് ചേഞ്ചസ് ടു കിച്ചൺ. പ്രമസ് ചേഞ്ചസ് ടു പ്ലമ്മേ ആൻഡ് ടു പ്ലം. അപ്പോൾ അങ്ങനെ കുറച്ച് ചേഞ്ചസ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ചില സ്ഥലത്ത് ചെസ്റ്റർ എന്ന് പറയും, ചില സ്ഥലത്ത് കാസ്റ്റർ എന്ന് പറയും. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുന്നത് എന്തെന്ന് പറഞ്ഞാൽ സദേൺ ഇംഗ്ലീഷിൽ സദേൺ ഇംഗ്ലണ്ടിൽ സി എന്ന് പറയുന്ന ഒരു കൺസണൻറ്റ് സൗണ്ട് ഫ്രണ്ട് വവലിന് മുന്നേ പ്രൊനൗൺസ് ചെയ്തിരുന്നത് എന്നായിരുന്നു. നമ്മൾ ചർച്ച എന്നൊക്കെ എഴുതുമ്പോൾ ഫോണറ്റിക്കലി ചർച്ച എന്ന് എഴുതുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ എന്നാണ് പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നോർത്തേൺ ഇംഗ്ലണ്ടിലും നോർത്ത് വെസ്റ്റിലും ഇത് ഹാർഡൻ ചെയ്ത് എന്നായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ഡോർചെസ്റ്റർ, വിൻചെസ്റ്റർ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ലാൻകാസ്റ്റർ, ഡാൻകാസ്റ്റർ എന്നൊക്കെയാണ് പറയുന്നത്. നോർത്തേൺ ഇംഗ്ലണ്ടിലെ സ്ഥലങ്ങളാണ് അതൊക്കെ. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അത് ക്രിസ്ത്യൻ മിഷനറീസായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ലാറ്റിനിലെ എപ്പിസ്കോപ്പസ് ഓൾഡ് ഇംഗ്ലീഷിലെ ബിസ്കോപ്പായിട്ടും മോഡേൺ ഇംഗ്ലീഷിലെ ബിഷപ്പായിട്ടും മാറും. അതേപോലെ മൊണാച്ചസ് ഓൾഡ് ഇംഗ്ലീഷിലെ മൺകായിട്ട് മാറും, മൊനുക്ക് അല്ലെങ്കിൽ മൺകായിട്ട് മാറും, മോഡേൺ ഇംഗ്ലീഷിലെ മങ്കായിട്ട് മാറും. അതേപോലെ ഡയബോളസ് നമുക്ക് ഇപ്പോഴും അറിയാൻ പറ്റും, കാരണം ഡയബോളിക് എന്നൊക്കെ ഒരു വാക്ക് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഡയബോളസ് ഡിയോഫോൽ ആയിട്ട് മാറുകയും ഡെവിൾ ആയിട്ട് മാറുകയും ചെയ്യും. അത് പഠിക്കാൻ എളുപ്പമുള്ള വേറൊരു ഇതുണ്ട്, പോപ്പ് പാപ്പ ആയിട്ട് മാറും, അതേസമയം തിരിച്ച് വീണ്ടും പോപ്പിലോട്ട് തന്നെ വരും. മേസയായിട്ട് മാറും, പിന്നെ വീണ്ടും മാസായിട്ട് മാറും. അപ്പോൾ അങ്ങനെ കുറച്ച് ടേംസ് ഇതിനകത്തുണ്ട്. ഇനി ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആംഗ്ലോ സാക്സിൻ്റെ സ്പ്രിംഗ് ഫെസ്റ്റിവലുണ്ട്. അവരതിനെ വിളിച്ചുകൊണ്ടിരുന്നത് എസ്ട്രൻ എന്നാണ്. അപ്പോൾ ക്രിസ്ത്യൻസ് ഇത് കണ്ടുപിടിക്കുകയും അവരുടെ റിസറക്ഷൻ അതേപോലെ ഇരിക്കുകയും അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഈ പേര് കടമെടുക്കുകയും അതിനെ ഈസ്റ്റർ ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓൾഡ് ഇംഗ്ലീഷിലെ ബ്ലസ്റ്റിയൻ എന്ന് പറഞ്ഞാൽ ടു സ്പ്രിങ്കിൾ വിത്ത് ബ്ലഡ് എന്നാണ്. അത് ക്രിസ്ത്യൻ സിഗ്നിഫിക്കൻസ് എടുക്കുകയും അത് ബെനഡിക്ഷൻ ആയിട്ട് മാറുകയും ചെയ്തു. ഇനി അതേപോലെ ലാറ്റിനിലെ എവാഞ്ചലിക്കം എന്ന് പറഞ്ഞ ടേം ഓൾഡ് ഇംഗ്ലീഷിലെ ഗോഡ് സ്പെൽ എന്നായിരുന്നു മീൻ ചെയ്തിരുന്നത്, വിച്ച് മീൻസ് ഗുഡ് ന്യൂസ്. പിന്നെ അതേപോലെ
ട്രിനിറ്റേറ്റം എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. അതിൻ്റെ അങ്ങനൊരു ഓൾഡ് ഇംഗ്ലീഷിലൊരു ടേം ഉണ്ട്. അപ്പോൾ മോഡേൺ ഇംഗ്ലീഷിലെ ട്രിനിറ്റി ആയിട്ട് മാറുകയും, പക്ഷേ അത് ഫ്രഞ്ച് വേർഡാണെന്ന് പിന്നെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സമയത്തെ ഗ്രാമറിനെ നോക്കാം. ആ സമയത്ത് ലാറ്റിൻ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഇംഗ്ലീഷിലെ ഗ്രാമർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ ഇൻഫ്ലുവൻസ് ഓഫ് ലാറ്റിൻ ഉണ്ട്. ലാറ്റിൻ സിൻടാക്സ് തന്നെ ആയിരുന്നു. സെൻറ്റൻസ് കൺസ്ട്രക്ഷനൊക്കെ ലാറ്റിൻ പോലെ തന്നെ ആയിരുന്നു. ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ലാറ്റിൻ ലാംഗ്വേജ് പോലെ ആയിരുന്നു. അതായത് അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ ആൻഡ് അക്യൂസേറ്റീവ് വിത്ത് ദ ഇൻഫിനിറ്റീവ് എന്നുള്ളതാണ്. അതേപോലെ അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ നമുക്ക് ഓൾഡ് ഇംഗ്ലീഷിൽ നന്നായിട്ട് കാണാൻ പറ്റും, വിച്ച് ഇസ് എ പാർട്ട് ഓഫ് ലാറ്റിൻ ഇൻഫ്ലുവൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ദിസ് ബീയിങ് ദ കേസ്, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എവറിത്തിങ് കൺസിഡേർഡ് എന്നൊക്കെ പറയുന്നത് ലാറ്റിൻ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ നമുക്ക് ഈ മിഡിൽ ഇംഗ്ലീഷ് പീരീഡിനൊക്കെ ശേഷം ഈ ഒരു രീതിയൊക്കെ മാറി മാറി വരികയും ഇംഗ്ലീഷ് കൂടുതൽ ഡെവലപ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ ദ യൂസ് ഓഫ് പ്രിപ്പോസിഷൻ അറ്റ് ദ എൻഡ് ഓഫ് എ സെൻറ്റൻസ് ആ സമയത്ത് എററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവൻ ബൈ ഡ്രൈഡൻ അത് എററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ അവസാനം പ്രിപ്പോസിഷൻ വെച്ച് അവസാനിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ റൈറ്റ് സെൻറ്റൻസ്. ആ സമയത്ത് അത് എററായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലാറ്റിൻ ഇൻഫ്ലുവൻസിനെ പറ്റി പറയാൻ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്കാൻഡിനേവിയൻ, ഡാനിഷ്, വൈക്കിംഗ് അല്ലെങ്കിൽ നോസ് ഇൻഫ്ലുവൻസ്. സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഡാനിഷ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ വൈക്കിംഗ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നോസ് ഇൻഫ്ലുവൻസ്, ഏത് നെയിമിൽ വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം. സോ നമുക്ക് എല്ലാ നെയിംസും അതേപടി പഠിച്ച് വെച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ പണ്ട് പഠിച്ച പോലെ ഇംഗ്ലീഷിൽ AD 790 ഒക്കെ ആകുമ്പോൾ ഡെയിൻസ് കയറി വരും. ഡെയിൻസ് കയറി വന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ, ട്രീറ്റി ഓഫ് വെറ്റ്മോർ വഴി 878 അവർ ഡെയിൻലോ എന്ന് പറഞ്ഞ സ്ഥലം ഡെയിൻസിന് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത ഫോറിൻ ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ ഈ സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കാൻഡിനേവിയൻസ് നോർഫ്ലോക്ക്, സഫ്ലോക്ക്, യോർക്ക്ഷയർ, ലിങ്കോൾഡൻ ഷെയർ ആൻഡ് നോർത്തംബർലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സെറ്റിൽ ആവുകയൊക്കെ ചെയ്തു. പിന്നെ അവരുടെ പാഗൻ ഗോഡ്സ് ആയിട്ടുള്ള തോറ്, വോഡൻ അതൊക്കെ മാറി ജീസസ് ക്രൈസ്റ്റിനെ അവർ എംബ്രേസ് ചെയ്യാൻ തുടങ്ങുകയും അങ്ങനെ ഇവർ സ്കാൻഡിനേവിയൻസ് പീസ്ഫുള്ളി അവിടെ സെറ്റിൽ ആവാൻ തുടങ്ങുകയും ചെയ്തു. നമ്മൾ ഓൾഡ് ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിലും ഓൾഡ് നോസിനെ പറ്റി പറയുകയാണെങ്കിലും അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ ഡയലക്റ്റ് അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ സ്ലാങ്ങിനെ പറ്റി പറയുകയാണെങ്കിലും ഓൾഡ് ഇംഗ്ലീഷിനെ പറ്റി പറയുകയാണെങ്കിലും വേർഡ്സ് കോമൺ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി സ്കാൻഡിനേവിയൻസ് കൊണ്ടുവന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് കുറച്ച് പ്ലേസ് നെയിംസിൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തതിൽ നോർഡ്സ് ഒറിജിനായിട്ടുള്ള കുറേ വേർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വൈക്കിംഗ് ഒറിജിനായിട്ടുള്ള കുറേ വേർഡ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അവർ മോഡിഫൈ ചെയ്തിട്ടും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സഫിക്സസ് ലൈക്ക് ബൈ, ത്രൈറ്റ്, ടോഫ്റ്റ് ആൻഡ് തോർപ്പ്, അതൊക്കെ സഫ്ലോക്ക്, യോർക്ക്ഷയർ, അതൊക്കെ അതിൻ്റെയൊക്കെ ലാസ്റ്റ് സിലബിൾസ് ഉണ്ടല്ലോ, അതൊക്കെ നോർഡ്സ് ഇൻഫ്ലുവൻസ് നിന്നുണ്ടായതാണ്. പിന്നെ ത്വൈറ്റ് എന്ന് പറഞ്ഞാൽ സഫിക്സ് ആയിട്ടുള്ള, നേരത്തെ ഞാൻ സഫിക്സ് എന്നല്ല പറഞ്ഞത്, സഫിക്സ് ആയിട്ടുള്ള ത്വൈറ്റ് എന്ന് പറയുന്നത് വിച്ച് മീൻസ് മെഡോ എന്നാണ്. മെഡോ താഴ്വാരം എന്നുള്ള മീനിങ് ആണ്. അപ്പം ഇംഗ്ലണ്ടിൽ ഇങ്ങനത്തെ ആപ്പിൾ ത്വൈറ്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥലങ്ങളുണ്ട്, അതായത് ആപ്പിളിൻ്റെ ഒരു മെഡോ എന്നുള്ള രീതിയിൽ ആപ്പിൾ ത്വൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ സ്ഥലങ്ങളുടെ പേരിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ടോഫ്റ്റ് മീൻസ് എ പ്ലോട്ട് ഓഫ് ലാൻഡ്, അത് ബ്രിംസ്റ്റോഫ്റ്റ്, ലാങ്സ്റ്റോഫ്റ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ടോഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും, വിച്ച് മീൻസ് എ പ്ലോട്ട് ഓഫ് ലാൻഡ്. പിന്നെ തോർപ്പ് എന്ന് പറഞ്ഞാൽ വില്ലേജ് എന്നാണ് അർത്ഥം, അതായത് മാൽബൽ ത്രോപ്പ്, ബിഷപ്പ് ത്രോപ്പ് എന്നൊക്കെ പറയാം. ഇനി അതേപോലെ ഒരുപാട് കോമൺ യൂസിലുള്ള വേർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം കഴിഞ്ഞു, പ്ലേസ് നെയിംസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് വരാനുള്ളത് നോർഡ്സ് ഒറിജിനിലുള്ള കുറച്ച് വേർഡ്സിനെ നോക്കാം എന്നാണ്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഒരു കളക്ഷൻ ഓഫ് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഏതെങ്കിലും 5-6 പഠിച്ചാൽ മാത്രം മതി. ഇപ്പം ഫോർ എക്സാമ്പിൾ ബാൻഡ്, ബാങ്ക്, ബെർത്ത്, ബൂൺ, ബൂത്ത്, ബ്രിങ്ക്, പിന്നെ ലോൺ, മയർ, റേസ്, റെയിൻഡിയർ, റീഫ്, റിഫ്റ്റ്, റൂട്ട്, സ്കാബ്, സ്കെയിൽസ്, അങ്ങനെ ഒരുപാട് വേർഡ്സ് നമുക്ക് നോട്ട്സിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അഡ്ജക്റ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്വേർഡ് എന്ന് പറയുന്നു നമ്മൾ. അതേപോലെ ബ്ലാക്ക്, ക്രൂക്കഡ്, ക്രോസ്, ഫ്ലാറ്റ്, ഇൽ, ലൂസ്, അങ്ങനെയൊക്കെ ഉള്ള റോട്ടൻ എഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ റോട്ടനൊക്കെ കൊണ്ടുവന്നത് ഇവരാണ്, ഈ ഡെയിൻസ് ആണ്.
ഇനി വേർബ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബാസ്ക്, ബാറ്റൺ, കോൾ, കോസ്റ്റ്, ക്ലിപ്പ്, ക്രേവ്. നമുക്ക് ക്രേവിങ് ഉണ്ടാവുക എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ ഇവർ കൊണ്ടുവന്ന ടേംസാണ്. അതേപോലെ ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറയുന്ന ദിവസങ്ങളുടെ നെയിംസ് അതൊക്കെ ഇവർ കൊണ്ടുവന്നതാണ്. ഇനി ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എങ്ങനെ മോഡിഫൈ ചെയ്തു എന്ന് നോക്കാം. The word skipper is from Old Norse skip, which means ship. അങ്ങനെ ഒരു ചില സമയത്തെന്ന് പറഞ്ഞാൽ ഒരു നേറ്റീവ് വേർഡ് എൻറ്റയർലി മാറ്റി അതിനെ സ്കാൻഡിനേവിയൻ വേർഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഓൾഡ് ഇംഗ്ലീഷിലെ നിമൻ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് അല്ലെങ്കിൽ ടേക്ക് എന്നായിരുന്നു. അത് ഓൾഡ് ഇംഗ്ലീഷ് ടേം ആയിട്ടുള്ള ടാക്ക വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയും പിന്നെ ഓൾഡ് ഇംഗ്ലീഷിലെ എക്രയൽ എന്ന് പറയുന്നത് ഐഹോൾ എന്നായിരുന്നു അതിൻ്റെ മീനിങ്. അത് ഓൾഡ് നോർസിലെ വിൻഡുവാക എന്ന് പറഞ്ഞിട്ടൊരു ടേമായിട്ട് മാറുകയും മോഡേൺ ഇംഗ്ലീഷിൽ അത് വിൻഡോ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓൾഡ് ഇംഗ്ലീഷിലെ സ്വീസ്റ്റർ എന്ന് പറയുന്ന ടേം ഓൾഡ് നോർസിലെ സിസ്റ്റർ വിത്ത് SYSTER സിസ്റ്റർ എന്നാവുകയും മോഡേൺ ഇംഗ്ലീഷിൽ അത് സിസ്റ്ററായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അവർ എക്സിസ്റ്റിംഗ് ലാംഗ്വേജിനെ മോഡിഫൈ ചെയ്തു. ഓൾഡ് ഇംഗ്ലീഷ് ഡ്രീമിന് നമ്മൾ പറയുന്നത് ജോയ് എന്നായിരുന്നു. ഓൾഡ് നോർസ് ഡ്രോമർ എന്ന് പറഞ്ഞാൽ വിഷൻ അറ്റ് നൈറ്റ്. മോഡേൺ ഇംഗ്ലീഷ് ഡ്രീം എന്ന് പറഞ്ഞാൽ വിഷൻ എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരുപാട് വേർഡ്സ് അവർ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരികയും ചെയ്തു. ഇനി പറയാനുള്ള കാര്യം സ്കാൻഡിനേവിയൻ ഇംഗ്ലീഷ് എങ്ങനെയാണ് വൊക്കാബുലറിയും ഗ്രാമറിനെയും അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇൻ കോമൺ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതിന് വൊക്കാബുലറിയിലും ഗ്രാമറിലും മാത്രമല്ല സിൻടാക്സിലൊക്കെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫ്ലക്ഷണൽ എൻഡിങ്സ് ഒക്കെ മാറ്റുകയും ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആക്കുകയും ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പ്രൊനൗൺസ് ആയിട്ടുള്ള ദേ, ദെയർ, ദം ആൻഡ് പ്രസൻറ്റ് പ്ലൂറൽ ആർ ഒക്കെ അഡോപ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ്? സ്കാൻഡിനേവിയനിൽ നിന്നാണ്. പിന്നെ നമ്മുടെ ഈ റിലേറ്റീവ് ക്ലോസസ് വിത്തൗട്ട് റിലേറ്റീവ് പ്രോനൗൺ നമ്മുടെ ഇംഗ്ലീഷിൽ അങ്ങനെ ഓൾഡ് ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസ് വന്നതിന് ശേഷം ക്ലോസസ് ബിക്കെയിം കോമൺ ഫ്രം ദ മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് ദ മാൻ ഐ സോ എന്ന് പറയും. ഓൾഡ് ഇംഗ്ലീഷിലെ ജനറ്റീവ് കേസ് നൗണിന് ശേഷമാണ് പ്ലേസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസിന് ശേഷം എന്ത് ചെയ്തു? ജനറ്റീവ് ഒരു യൂണിവേഴ്സൽ പൊസിഷൻ അക്വയർ ചെയ്യാൻ തുടങ്ങി. അത് നൗണിന് മുന്നേ ആയിരിക്കും അവർ ഉപയോഗിക്കുക. ഇനി 2 ചേഞ്ചസ് വീണ്ടും വരുന്നതെന്ന് പറഞ്ഞാൽ 3 ചേഞ്ചസ് പ്രധാനമായിട്ട് വരുന്നുണ്ട്. ന്യൂട്രൽ ജെൻഡർ ഉണ്ടാക്കാൻ ഒരു വേർഡിൻ്റെ ന്യൂട്രൽ ജെൻഡർ ഉണ്ടാക്കാൻ ടി ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. അഡ്ജക്റ്റീവ്സിൽ ടി ആഡ് ചെയ്തിട്ട് ന്യൂട്രൽ ജെൻഡർ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹാർഡനിങ് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് സി ഇൻ നോർത്തേൺ ഡയലക്ട്സിൽ സി എന്ന് പറയുന്ന ലെറ്റർ ഹാർഡൻ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് സി ഹാർഡൻ ചെയ്യുകയും അതേപോലെ ഹാർഡൻ ചെയ്ത ജി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ്, ഗീവ്, എഗ് എന്ന് തുടങ്ങിയ ടേംസിലൊക്കെ ജി ഹാർഡൻ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇനി ആസ് എ റിസൾട്ട് ഓഫ് സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസ് ഓൾഡ് ഇംഗ്ലീഷ് വൊക്കാബുലറിക്ക് എന്ത് ചേഞ്ച് വന്നെന്ന് പറഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് വൊക്കാബുലറി കുറച്ചുകൂടെ കൂടാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞ പോലെ വാസ്റ്റ് ആയിട്ടുള്ള കുറേ വേർഡ്സ് ഇതിനകത്ത് വരാൻ തുടങ്ങി. അതേപോലെ ബോറോഡ് ആയിട്ടുള്ള എലമെൻസിനെ അവർ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുകയും അതേപോലെ സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസ് അങ്ങനെ അതുവഴിക്ക് സ്കാൻഡിനേവിയൻ ഇൻഫ്ലുവൻസ് നല്ല ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ഫോറിൻ ഇൻഫ്ലുവൻസ് ആയിട്ട് മാറാൻ അതിന് കഴിയുകയും ചെയ്തു. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിനെയും സിൻടാക്സിനെയും ഇതെങ്ങനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു, അതേപോലെ ഓരോ വേർഡ്സ് എങ്ങനെയാണ് വന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷിൻ്റെ പോർഷൻസിന് ഇത്രയേ ഉള്ളൂ എൻ്റെ പോർഷൻ. ഇനി മിഡിൽ ഇംഗ്ലീഷ് പീരീഡാണ്, നോർമൻ കോൺക്വസ്റ്റ് ആൻഡ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡാണ്. അപ്പോൾ ഈ ഇത്രയും പോർഷൻസിന് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പഠിച്ചു പോവുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.